യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. വീണ്ടും പരസ്പരം കണ്ടുമുട്ടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷകൾക്കായി കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളും മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ കുടുംബം ഒരു ദേവാലയമായി മാറുകയാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തെ പാടി സ്തുതിക്കും. പൊന്നുപിതാവേ, സമയം ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അഭിഷേകമായി കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബ അന്തരീക്ഷം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, ആമേൻ, അവൻ ദയയോ. ആ ബോധ്യത്തോടെ പറഞ്ഞേ, പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഞങ്ങൾ വാഴ്ച തിരുനാമം ഉയർത്തുന്നു. കരങ്ങൾ വീശി എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നെ ചേർന്ന് പാടിക്കുക എല്ലാവരും. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദൈവരാജ്യത്തിനായി, തിരുസഭയ്ക്കായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് പാടാ എല്ലാവരും. എൻ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ അബോധ്യത്തോടെ പറഞ്ഞേ, പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിനെ സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിനെ, എൻ കർത്താവിന്. മാലാഖമാരോട് ചേർത്ത് കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും എല്ലാവരും ഒന്നിച്ചേർന്ന് സന്തോഷത്തോടെ കർത്താവ് നൽകുന്ന അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഇരു കരങ്ങളും ഉയർത്തി, ഇരു കരങ്ങളും ഉയർത്തി ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരോഗ്യ സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുകയാ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ നീട്ടണമേ. ഇതാ ആയിരങ്ങള് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം കർത്താവേ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അഭിഷേകമായി ഇറങ്ങി വരട്ടെ. സൗഖ്യമായി വെളിപ്പെടട്ടെ, ജീവനായി വെളിപ്പെടട്ടെ, ശക്തിയായി വെളിപ്പെടട്ടെ. രോഗികളിലേക്ക് ഇപ്പോൾ അത് സൗഖ്യമായി കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് അത് ഉയർച്ചയായി വെളിപ്പെടട്ടെ. എല്ലാവിധത്തിലും വേദനിച്ച് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. കർത്താവേ, ആ മക്കളിലേക്ക് എന്റെ അനുഗ്രഹത്തിന് അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. ഈ സ്തുതി ആരാധനയുടെ ഓരോ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല 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 ഹല. കർത്താവേ, ഈ സമയം അവിടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനത്തെ സ്ഥിരീകരിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താന്യ ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താന്യ ദുഃഖങ്ങൾ ഒടിയട്ടെ, എല്ലാവിധ അന്യായ ഭാരങ്ങളും മാറട്ടെ. ദൈവ സാന്നിധ്യത്താൽ, ദൈവ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, പരിശുദ്ധാത്മാവിലായിരുന്നു തിരുസഭയോടും സ്വർഗത്തോടും ചേർന്ന് നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ, പ്രവാചകരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതിപ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. ക്ഷമിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഇന്ന് ഒത്തിരിയേറെ വ്യക്തികൾ വന്ന് പലപ്പോഴും പങ്കുവെക്കാറുണ്ട്, സഹോദര, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ ഔദാശികപരമായ ജീവിതം നയിക്കുന്നുണ്ട്, ആത്മീയ ശുശ്രൂഷകളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ പറ്റുന്നില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നേ ദിവസത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ പോകുന്നത്. ക്ഷമിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇവിടെ വചനം എന്താ പറയുന്നത്? ദൈവത്തിന്റെ കൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. വിദ്വേഷത്തിന് വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മ നിറവ്, സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 18-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമുക്കിത് കാണാൻ പറ്റും. ഇസ്രായേലിന്റെ ആദ്യ രാജാവായ സാവൂള്, അവനിൽ ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചൊരു ദൈവ പൈതലായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ഗോലിയാത്തിനെ വധിച്ച് ദാവീദ് തിരിച്ചു വരുന്ന സമയത്ത് ഇസ്രായേൽ പട്ടണത്തിലുള്ള സ്ത്രീകൾ തപ്പെടുത്ത് നൃത്തം ചെയ്ത് അവർ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: സാവൂൾ 1000 കൊന്നു, ദാവീദാകട്ടെ 10,000. സ്ത്രീകൾ വിളിച്ചു പറഞ്ഞ ഈ കാര്യം അത് സാവൂളിന് അത്ര ഇഷ്ടമായില്ല. മാത്രമല്ല, അത് സാവൂളിന്റെ ഹൃദയത്തിൽ ഒരു വിദ്വേഷത്തിന്റെ വിത്ത് പാകുവാൻ കാരണമായി മാറുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കോപാകുലനായി സാവൂള് മാറുകയാണ്. അന്നു മുതൽ ദാവീദിന് വളരെ സംശയ ദൃഷ്ടിയോടുകൂടി സാവൂള് വീക്ഷിക്കുകയാണ്. ദാവീദിനെ ഉൾക്കൊള്ളുവാനോ സ്നേഹിക്കാനോ സാവൂളിന് കഴിഞ്ഞില്ല. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ കൃപ സാവൂളിന് നഷ്ടമായി. നമുക്കറിയാം, അവൻ അഭിഷേകം പ്രാപിച്ച ഒരു അഭിഷിക്തനായിരുന്നു. എന്നാൽ അവന്റെ അന്ത്യം വളരെ ദാരുണമായിരുന്നു. സ്വന്തം വാളിന്റെ മുകളിൽ വീണ് മരിച്ച് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് സാവൂളിന്റെ ജീവിതം അവസാനിക്കുകയാണ്. അതിനൊരു പ്രധാന കാരണം വെറുപ്പായിരുന്നു. ദാവീദിനോടുണ്ടായിരുന്ന പകയായിരുന്നു. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു മുന്നറിയിപ്പാണ് വചനത്തിലൂടെ പരിശുദ്ധാത്മ നൽകുന്നത്. ദൈവമക്കളെ, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ, അഭിഷേകത്തിൽ വളരുവാൻ, ദൈവകൃപയുടെ നീർച്ചാലുകളായി നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും രൂപാന്തരപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത് അവിടെ വചനം പറയുകയാണ്, വിദ്വേഷത്തിന് വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ വിദ്വേഷത്തിന്റെ വേര് വളർന്നാൽ എന്തുണ്ടാവും? അത് നമ്മുടെ ജീവിതത്തിന് നാശമുണ്ടാകും, ഉപദ്രവമുണ്ടാകുമെന്ന് വചനം മുന്നറിയിപ്പ് തരുന്നു. ഇന്ന് ഒട്ടനവധി രോഗങ്ങൾക്ക് അനേകർ അടിമകളായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം അവർക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇതുപോലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ വചനം കേട്ട് അനുതാപത്തിലേക്ക്, സ്നേഹത്തിലേക്ക് കടന്നു വന്ന് ക്ഷമിക്കുവാൻ തയ്യാറായ അനേകം ജീവിതങ്ങളിൽ അത്ഭുത സൗഖ്യം കവിഞ്ഞൊഴുകപ്പെടുന്നത് കാണുവാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിൽ നിന്ന് നിങ്ങളൊരു അനുഗ്രഹം പ്രതീക്ഷിക്കുന്നുവോ? യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സൗഖ്യത്തെ ആഗ്രഹിക്കുന്നുവോ? പരിശുദ്ധാത്മ സാന്നിധ്യവും അഭിഷേകവും സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ?
എങ്കിൽ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തുന്ന ഈ ആത്മീയ സത്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുവാനായി നമ്മൾ തയ്യാറാവുക. ക്ഷമിക്കുക, നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. ക്ഷമിക്കുക, നമ്മൾ അഭിഷേകത്തിൽ വളരും. ക്ഷമിക്കുക, നമ്മളിൽ ദൈവത്തിന്റെ കൃപ പെരുകുവാൻ തുടങ്ങും. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അപ്പോൾ ഈ വെറുപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു അശുദ്ധിയാണ്. കള്ളുകുടിക്കുന്നത് മാത്രമല്ല, വ്യഭിചാരം ചെയ്യുന്നത് മാത്രമല്ല, മോഷ്ടിക്കുന്നത് മാത്രമല്ല, കൊലപാതകം ചെയ്യുന്നത് മാത്രമല്ല. എനിക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെന്റെ ഭർത്താവിനെ ആകാം, എന്റെ ഭാര്യയാകാം, എന്റെ മക്കളെയാകാം, എന്റെ മാതാപിതാക്കളെ ആകാം, എന്റെ സുഹൃത്തുക്കളെ ആകാം, ചിലപ്പോൾ എന്റെ അധികാരികളെ ആകാം, എന്നെ ദ്രോഹിച്ചവനെ ആകാം, ചതിച്ചവനെ ആകാം, എനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയ വ്യക്തിയാകാം, എന്റെ സെൽഫേരിന് കളങ്കം വരുത്തിയ വ്യക്തിയാകാം. ആരുമായിക്കൊള്ളട്ടെ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുകയാണ്, അത് എന്നെയും നിങ്ങളെയും വലിയ നാശത്തിലേക്ക് എത്തിക്കും, അശുദ്ധിയിലേക്ക് എത്തിക്കും. വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 15-ാം അധ്യായം 23-ാം വചനത്തിൽ എന്താണ് വചനം പ്രഖ്യാപിക്കുന്നത്? മറ്റു ചിലര് പലപ്പോൾ ഇപ്രകാരം പങ്കുവെക്കാറുണ്ട്, സഹോദര, ഞങ്ങൾ ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് 1-ാം പ്രമാണം ഞങ്ങൾ വളരെ കൃത്യമായി പാലിക്കുന്നുണ്ട്, ഞങ്ങൾ മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ ആഭിചാര പ്രവർത്തികൾക്കോ രാഹുകാല നോട്ടത്തിനോ കൈനോട്ടത്തിനോ ഇതിനൊന്നും പോകാറില്ല. 1-ാം പ്രമാണം കൃത്യതയോടെ ഞങ്ങൾ അനുസരിക്കാറുണ്ട്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. എന്നാൽ പരിശുദ്ധാത്മ ഒരു മുന്നറിയിപ്പ് നൽകിയ എന്താ വചനം പറയുന്നത്? മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. എന്നെ ഞെട്ടിപ്പിച്ച ഒരു വചനമാണിത്. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. ഇന്ന് ദൈവവചനത്തിന് മുൻപിൽ ആയിരിക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും മാത്സര്യമുണ്ടോ? ആരോടെങ്കിലും? വചനം പറയാ, മന്ത്രവാദത്തിന് തുല്യമായ അടിമത്തത്തിലും പാപത്തിന്റെ അശുദ്ധിയിലുമാണ് നമ്മളായിരിക്കുന്നത്. ദൈവം വെറുക്കുന്ന വലിയൊരു തിന്മയാണ് മന്ത്രവാദം. അപ്പോൾ എന്താ വചനത്തിന്റെ അർത്ഥം? ക്ഷമിക്കാൻ കഴിയാത്തത്, സ്നേഹത്തിൽ വളരാൻ കഴിയാത്തത് ദൈവത്തിന്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നൊരു വസ്തുതയാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഈ ക്ഷമയോടുള്ള ബന്ധത്തിൽ വളരെ വലിയൊരു ഉദാഹരണമാണ് പൂർവ്വ ജോസഫ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു ദൈവ മനുഷ്യനാണ് പൂർവ്വ ജോസഫ്. കാരണം ജോസഫിന്റെ ആ ജീവചരിത്രം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പലപ്പോഴും വായിച്ച് ധ്യാനിച്ചപ്പോൾ എന്റെ ജീവിതവുമായി ഒരുപാട് സാമ്യമുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 4-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ കാണുവാൻ പറ്റും, പൂർവ്വ യാക്കോബിന്റെ മകനായ ജോസഫ് പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നെന്ന് കണ്ടപ്പോൾ അവന്റെ സഹോദരന്മാർ അവനെ വെറുത്തു. ജോസഫിന്റെ സ്വന്തം സഹോദരന്മാർക്ക് ജോസഫിനോട് വെറുപ്പുണ്ടാവുകയാണ്. അതുമൂലം ജോസഫിനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതാ പകയും വെറുപ്പും വിദ്വേഷവും അവിടെ ഹൃദയത്തിൽ വളരുകയാണ്. ഒരു ദിവസം അപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ അവർ പോയപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ ജോസഫേ, നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയാണെന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞ് അവരെ വിടുകയാ. അകലെ വെച്ച് തന്നെ ജോസഫിന്റെ സഹോദരന്മാര് ജോസഫിനെ കാണും. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സഹോദരന്മാർ എന്താ പറഞ്ഞെന്നറിയോ? ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 18-19 വചനങ്ങൾ. അകലെ വെച്ച് ജോസഫിനെ അവർ കണ്ടു. അവർ ഗൂഢാലോചന നടത്തി. അവര് പരസ്പരം പറഞ്ഞു, നമുക്കവനെ കൊല്ലാം, അവനെ നശിപ്പിച്ചു കളയാം. കണ്ടോ, ഹൃദയത്തിൽ ഉണ്ടായ ഒരു വിദ്വേഷത്തിന്റെ വിത്ത് വളർന്ന് 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 അവര് പറയാണ്, അവനെ കൊന്നുകളയാം. അതുകൊണ്ട് വിശുദ്ധ വചനം പറയുന്നത്, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു, കൊന്നുകളയാം. വീണ്ടും വചനത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, ആ മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിൽ സ്വന്തം സഹോദരന്മാര് ജോസഫിനെ തള്ളിയിടുകയാ. അവനെ അതിലേക്ക് തള്ളിയിട്ട് അവനെ വളരെയധികം മർദ്ദിക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം അവിടെ 28-ാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും, 20 വെള്ളിക്കാശിന് ഈജിപ്തിലേക്ക് പോകുന്ന മിദിയാൻ കച്ചവടക്കാർക്ക് സ്വന്തം സഹോദരനായി ജോസഫിനെ അവർ വിൽക്കുകയാണ്.
20 വെള്ളിക്കാശിന് വേണ്ടി. ഇതിനൊക്കെ കാരണം എന്താ? അവരുടെ ഹൃദയത്തിൽ ജോസഫിനോടുണ്ടായിരുന്ന വെറുപ്പ്. ഒരിക്കലും ഒരു ശുശ്രൂഷ സമയത്ത് ഒരു സഹോദരൻ ഓടി വന്ന് തന്റെ ഒരു അനുഭവം പങ്കുവെച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. 7 വർഷമായി സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ നീരസത്തിലും വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പാർട്ടീഷന്റെ പേരിൽ, സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് അവർ തമ്മിൽ അസ്വസ്ഥത ആരംഭിച്ചത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് മുൻപിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ പരിശോധിക്കേ. ഇന്ന് സമ്പത്തിന്റെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ്, അംഗീകാരത്തിന്റെ പേര് പറഞ്ഞ്, കഴിവുകളുടെ പേര് പറഞ്ഞ് പലപ്പോഴും ബന്ധങ്ങൾ ശിഥിലമാകപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മ മുന്നറിയിപ്പ് തരികയാണ്. സഹോദരൻ പറ്റിച്ചു, ചതിച്ചു, ഞാൻ കഷ്ടപ്പെട്ടതാണ്, പക്ഷേ എന്നെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണങ്ങൾ പറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ വേദനിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ആ വചനം ആ വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 7 വർഷമായി ഞാൻ സഹോദരമായി വെറുപ്പില്ല, പക്ഷെ ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു, ഈ ശുശ്രൂഷ കഴിഞ്ഞാൽ ഞാൻ എന്റെ സഹോദരമായി രമ്യപ്പെടും, ഞാൻ അവനെ സ്നേഹിക്കും. അദ്ദേഹം ഒരു സമർപ്പണത്തിന്, ഒരു സറണ്ടറിങ്ങിന് തയ്യാറായി. എന്താ സംഭവിച്ചെന്നറിയോ? അദ്ദേഹത്തിന്റെ മൂത്ത മകൻ +2 പഠിക്കുകയായിരുന്നു. ഈ മകനെ ഓർത്തുള്ള ഒരുപാട് വേദന ഈ മനുഷ്യനുണ്ടായിരുന്നു. അവൻ +2 പഠിക്കണമെങ്കിലും മദ്യപാനവും തെറ്റായ കൂട്ടുകെട്ടുകളും ഒരുപാട് മ്ലേച്ഛകരമായ പ്രവർത്തികൾ ആ കുഞ്ഞിലുണ്ടായിരുന്നു. 7 വർഷമായി സഹോദരനോടുള്ള വെറുപ്പിൽ കഴിഞ്ഞ മനുഷ്യൻ ആ വെറുപ്പ് മാറ്റി സ്നേഹിക്കാൻ തയ്യാറായപ്പോൾ +2 പഠിക്കുന്ന ഈ സഹോദരന്റെ മൂത്ത മകന്റെ മേൽ കർത്താവിന്റെ അത്ഭുതത്തിന് കരം വന്നു. ആ കുഞ്ഞൊരു ധ്യാനത്തിൽ പങ്കെടുത്തവൻ ആ ധ്യാനത്തോടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു. ആ മദ്യപാനത്തിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അത്ഭുതകരമായി കർത്താവിനെ വിടുവിച്ചു. അപ്പൻ സ്നേഹിക്കാൻ തയ്യാറായപ്പോൾ മകനിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദ ലോർഡ്. ക്ഷമിച്ച് സ്നേഹിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇതുപോലെ അത്ഭുതങ്ങൾ കാണുവാൻ പറ്റും. പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിലൂടെ ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ ഈജിപ്തിലെ അടിമച്ചന്തയിൽ വന്നു. ഈജിപ്തിലെ ഫറവയുടെ കാവൽപ്പട നായകനായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. പോത്തിഫറിന്റെ ഭവനത്തിൽ ഒരു വീട്ടുവേലക്കാരനായി ജോസഫ് കഴിയുക. ഈ സമയത്ത് നമ്മൾ ജോസഫിന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ജോസഫിന് ആരോടും ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അവന് വെറുപ്പുണ്ടായിരുന്നില്ല. ആ പോത്തിഫറിന്റെ ഭവനത്തിൽ വീട്ടുവേലക്കാരെ പണിയെടുക്കുമ്പോഴും അവൻ ദൈവത്തെ സ്നേഹിച്ച് വിശ്വസ്തനായിട്ട് നടന്നു. അതുകൊണ്ടാ പോത്തിഫറിന് സുന്ദരിയായ ഭാര്യ, മിടുമിടുക്കിയായ പെണ്ണ് ജോസഫിന് അടുത്ത് വന്ന് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ ജോസഫ് അവളെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ദൈവത്തിനെതിരായി ഈ നീചമായ പ്രവൃത്തി ചെയ്ത് എങ്ങനെയാണ് എന്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുക? അവൻ യഥാർത്ഥമായ സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിച്ച ഒരു ദൈവ പൈതലാണെന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് ഈ സംഭവത്തോട് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ആ സ്ത്രീ എന്താ ചെയ്തത്? തന്റെ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ ഹെബ്രായ ചെറുക്കൻ എന്നെ അപമാനിക്കാൻ പരിശ്രമിച്ചു, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. താൻ ചെയ്യാത്ത കുറ്റത്തിന് ഇതാ പൂർവ്വ ജോസഫ് ജയിലിൽ അടയ്ക്കപ്പെടുകയാ. പക്ഷേ ഈ സംഭവത്തിലും അവൻ ആരോടും പരാതിയില്ല. പ്രിയമുള്ളവരെ, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരുപാട് വേദനകൾ ഉണ്ടായവർ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകാം. പ്രിയ ദൈവമക്കളെ, പൂർവ്വ ജോസഫിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സമയം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ അവിടെ പൂർവ്വ ജോസഫിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം പരിശുദ്ധാത്മ കാണിക്കുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവാനുഗ്രഹത്തിന്റെ രഹസ്യം എന്താണെന്ന് വചനം പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ അടിമച്ചെറുക്കനായ ഈ ജോസഫ് ആ നാട്ടിലെ ആ ഈജിപ്ത് എന്ന സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി, ഗവർണറായി, അഡ്മിനിസ്ട്രേറ്ററായി സ്വർഗത്തിലെ ദൈവം അവനെ ഉയർത്തി. എന്തുകൊണ്ടാണ് ഇതുപോലൊരു ഉന്നതി, ഇതുപോലെയുള്ളൊരു വളർച്ച, ഉയർച്ച ജോസഫിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്? അതിന്റെ രഹസ്യം പൂർവ്വ ജോസഫ് തന്നെ പറയുന്നുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, പൂർവ്വ ജോസഫ് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ടെലിവിഷനിലൂടെ എന്നോടും നിങ്ങളോടും വിളിച്ചു പറയും, മക്കളെ, എന്റെ ദൈവം എന്നെ ഉയർത്തിയതിന്റെ രഹസ്യം ഇതാണ്, കാരണം ഇതാണ്. എന്താണ് ആ കാരണം? ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ വചനം പ്രഖ്യാപിക്കുന്നു, എന്റെ കഷ്ടപ്പാടും പിതാവിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കഴിഞ്ഞ പുത്രനെ അവൻ മനാസെ എന്ന് വിളിച്ചു. ഹല്ലേലൂയ.
എല്ലാം മറക്കാൻ ദൈവം എനിക്ക് ഇട നൽകിയിരിക്കുന്നു പറഞ്ഞ് തന്റെ മൂത്ത കുഞ്ഞിനെ അവൻ മനാസെ എന്ന് വിളിച്ചു. ഒരു മനാസെ അനുഭവം അവൻ സ്വന്തമാക്കി. തന്റെ സഹോദരന്മാരോട് തന്നോട് ചെയ്ത ആ പ്രവർത്തികളെല്ലാം അവൻ മറന്നു. പോത്തിഫറിന്റെ കുടുംബത്തിൽ അവനുണ്ടായ തിക്താനുഭവങ്ങൾ അവനെല്ലാം മറന്നു. അവിടെ അവൻ ഒരു മനാസെ അനുഭവം പ്രാപിച്ചു. എല്ലാം മറക്കുന്ന ഒരു അനുഭവം, സ്നേഹത്തിൽ വളരുന്ന ഒരു അനുഭവം അവൻ സ്വന്തമാക്കി. എന്നെ വേദനിപ്പിച്ചവരുടെ മുൻപിൽ, എന്നെ ചതിച്ചവരുടെ മുൻപിൽ, എന്നെ ദ്രോഹിച്ചവരുടെ മുൻപിൽ, എന്നെ തകർക്കുവാൻ, എന്നെ ഒതുക്കുവാനായി അധ്വാനിച്ചവരുടെ മുൻപിൽ ഈ മനാസെ അനുഭവം സ്വന്തമാക്കാൻ പ്രിയ ദൈവത്തിന്റെ പൈതലേ നിനക്ക് പറ്റോ? ഇതാണ് ഇന്ന് കർത്താവിന് അറിയേണ്ടത്. ഇതാണ് കർത്താവിന് അറിയേണ്ടത്. ന്യായീകരണങ്ങൾ പറയാതെ, മറ്റുള്ളവരിലേക്ക് കുറ്റം പഴിചാരാതെ ദൈവം നമ്മോട് സംസാരിച്ച ഈ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ച് ഒരു മനാസെ അനുഭവം പ്രാപിക്കേ. എന്റെ കുടുംബത്തോട്, എന്റെ വ്യക്തികളോട് ചിലരിങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ, നീ പഴയ സ്വഭാവം എടുപ്പിക്കരുത്, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട കേട്ടോ. ദേഷ്യം വരുമ്പോ നമ്മളൊക്കെ പറയുന്ന കാര്യ. എന്താ കാരണം? നമുക്കെല്ലാം മറക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ചിലത് ഉള്ളിൽ കിടന്ന് തേങ്ങിക്കൊണ്ടിരിക്കുക, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ദൈവമക്കളെ ഒരു മനാസെ നമ്മൾ പ്രാപിക്കേണ്ടത്. എല്ലാം മറക്കുന്നൊരു അനുഭവം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതത്തിന് പൊട്ടിത്തെറികൾ ഉണ്ടാകും. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കൃത്യമായി സ്വീകരിച്ച് അനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹത്തോടെ ഞാൻ പങ്കുവയ്ക്കുക, നിങ്ങൾ ഞങ്ങളെ ഒന്ന് അറിയിക്കുക. നമുക്കൊരുമിച്ച് സന്തോഷിക്കാം, നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്റെ ജോലി സ്ഥലത്ത്, എന്റെ ഓഫീസിൽ, എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എല്ലാം ഒരു മനാസെ അനുഭവം സ്വന്തമാക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഇതിനായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവമേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. മനാസെ അനുഭവം സ്വന്തമാക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച്. പ്രിയമുള്ളവരെ, നാളുകളായി, വർഷങ്ങളായി വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, നീരസത്തിന്റെ, പകയുടെ ബന്ധനത്തിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് ഇതാ കർത്താവിന്റെ വിടുവിക്കുന്ന അത്ഭുത ശക്തി ഒഴുകപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനകോടികളിലേക്ക് ഈ സമയം അഭിഷേകമായി, അനുഗ്രഹമായി, സൗഖ്യമായി, സാന്നിധ്യമായി കർത്താവേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, നീരസത്തിന്റെ, പകയുടെ, വിദ്വേഷത്തിന്റെ എല്ലാ അടിമത്ത കെട്ടുകളും യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ അഴിയപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ സൗഖ്യം ഒഴുകപ്പെടുന്നു, അനുഗ്രഹം ഒഴുകപ്പെടുന്നു. സ്വീകരിച്ചു പ്രാർത്ഥിക്കുക. ഇരു കരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ യേശുവിനെ വിളിക്ക്. പ്രവർത്തിക്കണമേ. വെല്ലുവിളിച്ച് പ്രാർത്ഥിക്കുന്ന, നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന, ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുന്ന് അഭിഷേകമായി കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അനേകം രോഗികൾ ഈ സമയം അത്ഭുത സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അനേകം വിഷയങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഈശോ നൽകുന്ന അനുഗ്രഹത്തെ, അഭിഷേകത്തെ സ്വന്തമാക്കി പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ. ജനകോടികളിലേക്ക്, അനേകായിരങ്ങളിലേക്ക് അഭിഷേകമായി അങ്ങ് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.